നമസ്കാരം. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നതായി ഇസ്രയേൽ അറിയിച്ചെങ്കിലും ഗാസയിലുടനീളം ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സൈന്യം നടത്തിയത്. ഹമാസ് കരാർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഇസ്രയേൽ സൈന്യം ഗാസയെ വീണ്ടും ആക്രമിച്ചത്. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഗാസയുടെ വടക്കുഭാഗത്ത് ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടതാണ് ആക്രമണത്തിന് ഇസ്രയേലിനെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. കൊല്ലപ്പെട്ട സൈനികൻ ഹമാസിന്റെ ശേഷിക്കുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഈ തുരങ്കങ്ങളാണ് യുദ്ധത്തിൽ ഹമാസിന്റെ സൈനിക ശേഷിക്ക് പ്രധാന പങ്ക് വഹിച്ചതും ബന്ദികളെ പാർപ്പിച്ചിരുന്നതും. ഈ പുതിയ ആക്രമണം ഉണ്ടായിട്ടും US മധ്യസ്ഥത വഹിച്ച സമാധാന ഉടമ്പടിക്ക് അപകടമില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇസ്രയേലി സൈനികനെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇസ്രയേൽ തിരിച്ചടിച്ചത് ശരിയായ നടപടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിലെ കാലതാമസവും ഇപ്പോഴും ഒരു പ്രശ്നമായി തുടരുകയാണ്. ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ഗാസ സിറ്റി, ഗാസയുടെ മധ്യഭാഗം, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലെല്ലാം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ നടന്നു. ഇസ്രയേലി സൈന്യം 30ഓളം ഹമാസ് കമാൻഡർമാരെ ലക്ഷ്യമിട്ടതായി അറിയിച്ചു. എന്നാൽ ഗാസയിലെ മെഡിക്കൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഒരേ സമയം 5ഓ 6ഓ പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ രംഗങ്ങൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ആക്രമണങ്ങളോടെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാവുകയാണ്. എങ്കിലും ഇസ്രയേലിന് ഹമാസിനെതിരെ പൂർണ്ണമായ യുദ്ധത്തിന് പോകാൻ നിലവിൽ താൽപ്പര്യമില്ലാത്തതിനാലും ഹമാസിന് അതിനുള്ള സൈനികശേഷി നിലവിൽ ഇല്ല എന്നുള്ളതുകൊണ്ടും കരാർ സുരക്ഷിതമാണ്. എങ്കിലും വെടിനിർത്തലിന്റെ ഈ ആദ്യഘട്ടം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതിലേക്ക് നീങ്ങാൻ വേണ്ടത്ര വേഗത കൈവരിക്കുന്നില്ല എന്നതും ഒരു പ്രധാന ആശങ്കയാണ്. ഗാസയിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിലെ വെടിനിർത്തൽ ഒരു പൂർണ്ണമായ സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പല്ല, മറിച്ച് യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ച ഒരു ഹോൾഡിംഗ് പാറ്റേൺ മാത്രമാണ്. കാരണം ഇരുപക്ഷവും തമ്മിലുള്ള അവിശ്വാസവും ബന്ദികളുടെ വിഷയത്തിലെ തർക്കങ്ങളും ഗാസയിലെ രൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയും തുടരുന്നിടത്തോളം കാലം സമാധാനത്തിനുള്ള ഒരു ശ്രമവും ഈ ദുർബലമായ സമാധാനം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും.